റഹീസ് റഷീദിനോ നിങ്ങൾ വിളിച്ച ഈ തീവ്രവാദി എന്നുള്ള വാക്കുണ്ടല്ലോ, അത് പോയി ചെന്ന് കൊള്ളുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഹൃദയത്തിലാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിലാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെള്ളാപ്പള്ളി നടേശനെ SNDPയുടെ തലപ്പ് തിരുത്തണോ വേണ്ടയോ എന്നുള്ളത് ശ്രീനാരായണീയരാണ് ആലോചിക്കേണ്ടത്. ശ്രീനാരായണീയർ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ പോകുന്നതാണ്. നിങ്ങൾ കുറേ സമയം ഗാന്ധിക്കും സവർക്കർക്കുമൊപ്പം സഞ്ചരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഗാന്ധിക്കൊപ്പം സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് സവർക്കർക്കെതിരെയുള്ള ദിശയിലായിരിക്കും, സവർക്കർക്കൊപ്പം സഞ്ചരിച്ചാൽ ഗാന്ധിക്കെതിരെയും. അതേപോലെ നിങ്ങൾക്കൊരിക്കലും ശ്രീനാരായണ ഗുരുവിനൊപ്പവും വെള്ളാപ്പള്ളി നടേശനൊപ്പവും സഞ്ചരിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ശ്രീനാരായണ ഗുരുവിലേക്ക് അടുക്കുന്നോ അത്രത്തോളം നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക കേരളം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഒരു തരത്തിലും മറ്റുള്ള മനുഷ്യനെ വേദനിപ്പിക്കാതെ, വിദ്വേഷമില്ലാതെ, ഒരു മതത്തിൻ്റെ വിദ്വേഷവും ഇല്ലാതെ ഈ നാട് പുലരാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ്റെ പേരിലെ പ്രസ്ഥാനത്തെ, ആ മനുഷ്യർ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ താങ്കൾ ഇനിയെങ്കിലും ആ വിഷം വമിപ്പിക്കുന്ന ആ യന്ത്രം ഒന്ന് ഓഫ് ചെയ്യണം. അതല്ലെങ്കിൽ കേരളം അങ്ങേ കേൾക്കുന്ന യന്ത്രം ഓഫ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കേൾക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെയാണ്, കേൾക്കേണ്ടത് വെള്ളാപ്പള്ളിയല്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ മാത്രമേ കേൾക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങളുടെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ഇനിയും റഹീസ് റഷീദ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ വസ്ത്രം കണ്ടും അവരുടെ പേര് കണ്ടും അവരുടെ നാട് കണ്ടും അവരെ പാകിസ്ഥാനിലേക്ക് കടത്താമെന്നുള്ള സംഘപരിവാർ യുക്തിയുണ്ടല്ലോ, അർബൻ നക്സൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന അതേ യുക്തി, നിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന അതേ യുക്തി, ആ യുക്തി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന പിണറായി വിജയൻ കോട്ട് ചെയ്ത കേരളത്തിൻ്റെ പ്രവീൺ തൊഗാഡിയേക്കുള്ളത്. ആ കേരളത്തിലെ പ്രവീൺ തൊഗാഡിയെ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്.